വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യ താമര പ്ലീസ് എന്നെ എടുക്കണ്ട കൊമ്പ് ചിരിച്ചു തന്നു കുഞ്ഞുട്ടാ കുഞ്ഞുട്ടാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യ താമര പ്ലീസ് വ്ലോഗ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ബാംഗ്ലൂർ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഇവിടെ യദുവേട്ടൻ്റെ ചേച്ചിയുടെ മോളുടെ അരങ്ങേറ്റമാണ്. അപ്പോൾ അതിന് പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ട്രെയിൻ. അപ്പോൾ ഇന്ന് കയറിയിട്ട് നമ്മൾ ബുധനാഴ്ച രാവിലെ എത്തത്തുള്ളൂ. അപ്പോൾ അത്രയും ദിവസത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. എപ്പോഴും പറയണ പോലെ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെൻ്റെ അനിയത്തി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവളും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ യദുവേട്ടനും അമ്മയൊക്കെ ആദ്യമേ പോയി. ഇനിയിപ്പോൾ ഞാൻ, അച്ഛൻ, ഇവള്, പിന്നെ എൻ്റെ അമ്മ തൃശ്ശൂരിൽ നിന്ന് കയറും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ നോക്കാം എങ്ങനെ ഇരിക്കും വ്ളോഗെന്ന്. അപ്പോൾ ഗായ്സ്, ഇത് ഞാൻ പാക്ക് ചെയ്ത പെട്ടിയാണ്. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ കുറച്ച് അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആർദ്രയ്ക്കൊരു പെട്ടി അല്ലേ, പെട്ടിയല്ല, എന്തുവാ, ഒരു കുഞ്ഞ് ബാഗ് എടുത്തിട്ടുണ്ട് അവള്. അപ്പോൾ അവളുടെ ചില ഡ്രസ്സ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്, പട്ടുപാവാടയൊക്കെ പോലത്തെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കൊണ്ടുപോകണം. ഇവിടുന്ന് 6:54 ട്രെയിൻ. അപ്പോൾ എത്രയും നേരത്തെ ഇവർക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു ഇഡലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇവൾക്ക് ഈ ഡ്രസ്സേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ഇപ്പം ഇന്ന് രാത്രി ട്രെയിനിലല്ലേ. അപ്പോൾ ട്രെയിനിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ കോട്ടൺ, നല്ല ചൂടായതുകൊണ്ട് കോട്ടൺ തന്നെ ഇട്ടു ഗൈസ്. അപ്പോൾ അത് ആർദ്ര റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഞാൻ റെഡിയായി. ഇനി ഇതൊക്കെ ബാഗൊക്കെ അടച്ച് ഫേസിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. ഒരു ലിബാം വരട്ടെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്. എന്നെ എടുക്കണ്ട കൊമ്പ് അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷെ നല്ല ഇരുട്ടാണ്, അതുകൊണ്ട് വെളിച്ചമൊന്നുമില്ല. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ഇതാനു, ഇത് ആർദ്ര, ഇത് ദേവൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ കസിൻ ചേച്ചിയുടെ വാവയാണ് കേട്ടോ. അപ്പോൾ ഇവനും ഉണ്ട് നമ്മുടെ കൂടെ ബാംഗ്ലൂർക്ക്. അപ്പോൾ ഇവൻ്റെ പേര് ധ്രുവ് എന്നാണ്. അവനൊരു വയസ്സാവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൻ്റെ ചിരിയും കളിയൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രെയിൻ വരാൻ വേണ്ടി നമ്മളൊക്കെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കട്ട വെയിറ്റിംഗ് ആണ് ട്രെയിനിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അങ്ങനെ അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ പോണത് കൊച്ചുവേളിയിലാണ്. കൊച്ചുവേളി എന്ന് പറഞ്ഞ ട്രെയിനിലാണ് കേട്ടോ, മൈസൂർ കൊച്ചുവേളി. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ രാത്രിയാണല്ലോ ട്രെയിൻ. അത് നാളെ രാവിലെയാണ് നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ട്രെയിനിലാണ് കയറുക. അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ അമ്മയൊക്കെ കയറും. എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ തൃശ്ശൂരിൽ നിന്ന് കയറാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്നാൽ നാളെ രാവിലെ കാണാം ബാംഗ്ലൂർ എത്തിയിട്ട്. സോ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടോ. നമ്മളിതാ രാവിലെയായി സമയമൊക്കെ. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കുറേ ഗസ്റ്റുകളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് അരങ്ങേറ്റം. അപ്പോൾ ഞങ്ങൾ 2-3 പേര് ഇന്ന് നേരത്തെ പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ. ഇതാണ് ദേവു. ഇവളുടെ അരങ്ങേറ്റമാണ് ഇന്ന് നടക്കാൻ പോണേ. അപ്പോൾ ഞാനും പോകുന്നുണ്ട് മേക്കപ്പിന് വേണ്ടിയിട്ട് 1:30 ആകുമ്പോൾ പോകണം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റേജിൻ്റെ
ബാക്കിലെത്തി. അവിടെ തന്നെ ഒരു ഗ്രീൻ റൂമുണ്ട്, അവിടെ തന്നെയാണ് മേക്കപ്പ്. അപ്പോൾ ഇതാ ദേവുവിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വൈകുന്നേരമാണ് പ്രോഗ്രാം വരണമെങ്കിലും മേക്കപ്പിന് കുറച്ച് ടൈം എടുക്കും. മേക്കപ്പ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ദേവുവിൻ്റെ ഓർണമെൻറ്റ്സ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരു പെട്ടിയിലാക്കിയേക്കുവാണ്. അപ്പോൾ ഓരോ 3 ഡ്രസ്സുണ്ട്. അപ്പോൾ അതിന് 3 ടൈപ്പ് ഓർണമെൻറ്റ്സും 3 ടൈപ്പ് ഡ്രസ്സും 3 ടൈപ്പ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്പോൾ അതൊക്കെ നമ്മുടെ മുടി വാറ് തിരിട അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇനി ഡ്രസ്സൊക്കെ മാറണം. ഞാൻ സെറ്റ് മുണ്ടാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാം നമുക്കിനി പ്രോഗ്രാം കാണാം കേട്ടോ. അപ്പോൾ ഇത് വെളിയിൽ വെച്ചേക്കുന്നതാണ്. വെളിയിൽ ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നേക്കാളും മുൻപ് നമ്മളിങ്ങനെ അവരുടെ ഡാൻസ് സ്കൂളിൻ്റെ പേര് പ്രിയദർശിനി സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ്. അപ്പോൾ ഭരതനാട്യ രംഗപ്രവേശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മീനു മോഹനാണ് അവളുടെ ഗുരു. അപ്പോൾ ഇതാണ് നമ്മൾ കയറി ചെല്ലുന്നിടത്തുള്ള ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ദേവുവിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഞാനും ദിവ്യ ചേച്ചിയും കൂടിയിട്ടാണ്. ദിവ്യ ചേച്ചി എന്ന് പറയുമ്പോൾ യദുവേട്ടൻ്റെ മൂത്ത ചേച്ചി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചു നമ്മുടെ കയറുന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ എല്ലാം കാര്യങ്ങളൊക്കെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞു. ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. ഇവിടെയാണ് ഇനി വൈകുന്നേരം പ്രോഗ്രാം നടക്കുക. നല്ല അടിപൊളി ഓഡിറ്റോറിയമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. പതുക്കെ സമയമാവുന്നേ ഉള്ളൂ. അവൾ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ദേവുവിൻ്റെ മുടിയൊക്കെ കെട്ടലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫേസ് മേക്കപ്പാണ് നടന്നുകൊണ്ടിരിക്കണേ. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഡ്രസ്സ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഫേസിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ചോദിക്കുകയാണ് എങ്ങനത്തെ മേക്കപ്പ്, ലൈറ്റ് മേക്കപ്പ് വേണോ, ഭയങ്കരമായിട്ട് ഇതാക്കണ മേക്കപ്പ് വേണോ, അങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അവരുടെ മേക്കപ്പ് ചെയ്യണ രീതിയും അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ടാലൻറ്റഡാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് അവരുടെ മേക്കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മുടിയൊക്കെ കെട്ടിയേക്കണം തന്നെ അവൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു മുടി കെട്ടിയതൊക്കെ. അപ്പോൾ ദേവുവിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഇതാണ് അവളുടെ ഫസ്റ്റ് ഡ്രസ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് ദേവുവിൻ്റെ ഫസ്റ്റ് ലുക്ക് കേട്ടോ. അപ്പോൾ കച്ചേരിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരാണ് നമുക്ക് പാട്ടൊക്കെ പാടുന്ന ടീംസാണ്. അപ്പോൾ അവരത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. ശ്രുതി നോക്കണം, പിന്നെ മൈക്ക് ടെസ്റ്റിങ്, അങ്ങനെ എല്ലാം സ്റ്റേജെല്ലാം അവസാനമായിട്ട് എല്ലാം സെറ്റാക്കുവാണ്. ഓക്കെ Hare Hare
ഓക്കെ, അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഫുൾ വീഡിയോ ലൈവായിട്ട് പോയിരുന്നു നമ്മളപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ 3 ഡ്രസ്സെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് 3 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ലുക്കാണ് കേട്ടോ. ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഒരു സെറ്റ് മുണ്ടാണ് എടുത്തത്. അപ്പോൾ ഞങ്ങളിതാ ഇതുമായിട്ടും ഞാനൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ എൻ്റെ കസിൻസായിട്ടൊക്കെ ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യ പാർവതി ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവളും വന്നിരുന്നു. അപ്പോൾ ഇത് അവളുടെ ഒപ്പമുള്ള ഫോട്ടോ. ഇത് ആര്യ പാർവതി എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും കഴിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും പാറും, അതായത് ആര്യ പാർവതിയും കൂടിയിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഫുഡ് കഴിക്കണേ. അപ്പോൾ ഫ്രൈഡ് റൈസ്, അങ്ങനെ ബിരിയാണി, പിന്നെ ചപ്പാത്തി, പനീർ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കണ്ടിന്യൂഷനായിട്ട് നാളത്തെ വ്ളോഗാണ് അടുത്ത ക്ലിപ്പിലായിട്ട് ഞാൻ കാണിക്കണേ. അപ്പോൾ ഇന്നത്തെ രാത്രി വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ് കേട്ടോ. ഓക്കെ, ബൈ. സോ അങ്ങനെ പിറ്റേ ദിവസം രാത്രിയാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലത്തെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. മൊത്തത്തിലല്ല, അവിടെ ഒരു ഫിനിക്സ് മോളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ നടന്ന് വരികയാണ്. കുറച്ച് പേര് അവിടെ നിന്ന് ഓട്ടോയിലൊക്കെ വിളിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് നടന്ന്, ഞങ്ങൾ മെട്രോയിലാണ് കേട്ടോ പോണത്. അപ്പോൾ കുറച്ച് പേര് ഉബറിലാണ് വരുന്നത്. അന്ന് ലൈറ്റായിരുന്നു. സോ ഞങ്ങളിതാ മെട്രോയിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മെട്രോയിലൊക്കെ കയറി ഭയങ്കര റഷാണ്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയും കൂടി ആയതുകൊണ്ട് ബാംഗ്ലൂർ സിറ്റി ഓണാവുന്നത് ശരിക്കും രാത്രിയാണല്ലേ. പ്രത്യേകിച്ച് ചൂടായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ വേണ്ടിയിട്ട് രാത്രിയായിരിക്കും കൂടുതൽ എല്ലാവരും കറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ പോവുക. അപ്പോൾ ഞങ്ങളിതാ മെട്രോയിൽ കയറുകയാണ്. അപ്പോൾ മെട്രോ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇത് മെട്രോയിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊരു തിരക്കാണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് നടന്നിട്ട് നമുക്കിനി അധികം വൈകാതെ ടിക്കറ്റ്സ് എടുക്കണം. എല്ലാവർക്കുള്ള ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ ഫിനിക്സ് മോളിലേക്കാണ് നമ്മളെല്ലാവരും പോണത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഇനി ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മെട്രോ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. ഓക്കെ, സോ ഫൈനലി ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറി. ഞങ്ങളെല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ പുറത്തേക്ക് നോക്കുവാണ്. അവർ ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട് 2-3 സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ. 2-3 സ്റ്റോപ്പ് അപ്പുറമാണ്. അപ്പോൾ നമ്മളെല്ലാവരും അവർ മെട്രോയിൽ കയറുകയാണ്, അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി. അപ്പോൾ എല്ലാവരും എണീറ്റു. ഇനി നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങുവാണ്. സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഫിനിക്സ് മോളിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി. അങ്ങനെ നമ്മൾ മോളിലേക്ക് എൻട്രി ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ കുട്ടികളെ ആകർഷിക്കാൻ കുറേ ഐറ്റംസും സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഫ്രണ്ടിലുണ്ട് ഇങ്ങനെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഉള്ളിലേക്ക് കയറാൻ പോകണം എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. മെട്രോന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നടക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് ജോലിയായിട്ട് നടക്കാനൊക്കെ പറ്റും. പിന്നെ അധികം ചൂടില്ല, രാത്രിയാകുമ്പോൾ അത്ര ചൂടില്ല കേട്ടോ. പകലിൻ്റെ അത്ര ചൂട് രാത്രി ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. ഇനി മുകളിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വലിയവർ വരണം. അവരൊക്കെ അമ്മമാരും അവരൊക്കെ ഉബറിലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ടീംസ് വരാനുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ മതി എന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫിനിക്സ് മോള്. നല്ല രസമാണ് കേട്ടോ.
സോ അങ്ങനെ എല്ലാവരും എത്തി. അപ്പം നമ്മളിതാ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല, ജസ്റ്റ് മോളൊക്കെ ജസ്റ്റ് എല്ലാവരും കണ്ടു. മോളിലേക്ക് ഇനി കയറുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതൊക്കെ വാങ്ങണം. അപ്പോൾ ഇതാ എൻ്റെ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് മോളിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പം മോളിൽ അത്ര അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം നമ്മൾ എപ്പോഴും ഫോൺ പിടിച്ചുകൊണ്ട് നിന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഫോണൊക്കെ ഓഫാക്കിയിട്ട് ഇന്ന് രാത്രി ഇനി ഇവരുടെ കൂടെ എൻജോയ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കണത്. ഫുഡ് മോളിൽ നിന്ന് കഴിക്കണില്ല, കാരണം കുറേ പേരുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ വല്ല ഐസ്ക്രീമോ ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നല്ലാതെ മെയിൻ ഫുഡ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് തന്നെയാണ് കഴിക്കണത്. എന്തായാലും രാത്രി ലേറ്റ് ആവും. അപ്പോൾ ഇതാ പിള്ളേർ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ നാളെ രാവിലെ കാണാം ഇനി അടുത്ത വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെയായി. അപ്പോൾ ഞങ്ങളിതാ ഉച്ച കഴിഞ്ഞിട്ടുള്ള ട്രെയിനിന് പോകും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വ്ളോഗും വീഡിയോസൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എന്താ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ബിസിയാണ്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ഒരു 4:15 കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും ബാംഗ്ലൂർ വ്ളോഗ്. ഞങ്ങൾ വന്നത് അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ ട്രെയിൻ കയറി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളെല്ലാവരും ഇരുന്നു, നമ്മുടെ സീറ്റിൽ ഇരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളൊക്കെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ് ബാംഗ്ലൂർ വ്ളോഗ്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്, ഇപ്പോഴാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഞാൻ വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് ആര്യ തമര പ്ലീസ് വ്ളോഗ്.